ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 3-4 മാസം മുൻപ് കേരള രാഷ്ട്രീയത്തിലുണ്ടാക്കിയ വിവാദങ്ങളുടെ അനുരണനങ്ങളൊന്നും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ കാണാതെ പോയതിനു ശേഷം രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലങ്ങളിലൊന്നും ചർച്ചയില്ലാതെ പോയ PV അൻവർ വീണ്ടും ഒരു യാത്രയായി വരികയാണ്. UDF പ്രവേശനം ലക്ഷ്യമിട്ടൊരു മലയോര യാത്ര തുടങ്ങുമ്പോൾ കൂടെ കൂടാൻ ആ ചേരിയിൽ നിന്ന് ചിലരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. ഫലം കണ്ട ചർച്ചകൾക്ക് ശേഷം പോസ്റ്റർ ഇറക്കി പരസ്യപ്പെടുത്തിയപ്പോൾ ഒരു കൂട്ടർ എതിർത്തു. കൈകൊടുക്കുമെന്ന് കരുതിയവർ കൈയൊഴിഞ്ഞു. അപ്പോഴും വരും തെരഞ്ഞെടുപ്പിന് മുന്നൊരു കസേര UDFിൽ പ്രതീക്ഷിക്കുന്നുണ്ട് PV അൻവർ. അങ്ങോട്ടേക്കുള്ള ഒഴുക്കിൽ VD സതീശനൊരു തടയണയായി നിൽക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. LDFിലെ ചിലരെ കൂടെ കൂട്ടുന്നത് പോക്കിന്റെ ബലം കൂട്ടുമെന്ന പ്രതീക്ഷയിലാണ് അൻവർ. ചോദ്യം ഇതാണ്, കൂട്ടുകൾ മാറും. ചർച്ചയിൽ ലീഗിൽ നിന്നും PK നവാസ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ, ഇടത് സഹയാത്രികൻ TP ജയചന്ദ്രൻ, BJP പ്രതിനിധി A സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ സജീവനിലേക്കാണ് പോകുന്നത്. ശ്രീ സജീവൻ, ഇപ്പോൾ PV അൻവർ ഒരു യാത്ര പുറപ്പെടുകയാണ്. യാത്ര എന്ന് പറയുന്നത് മലയോര കർഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയോര നിവാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യാത്രയാണ്. അങ്ങനെ ഒരു യാത്ര തീരുമാനിക്കുമ്പോൾ അതിൽ ചില നേതാക്കളോട് ചെന്ന് സംസാരിക്കുന്നു. അവർക്ക് അതിൽ നിന്നും വിട്ടുനിൽക്കാൻ പറ്റാത്തത്ര അത് ജനകീയ വിഷയമാണ് താനും. പക്ഷേ ഇപ്പോൾ K സുധാകരന് പറയേണ്ടി വന്നിരിക്കുന്നു, ഞങ്ങളുടെ നേതാക്കൾ അതിൽ പങ്കെടുക്കുന്നതിൽ അത് അൻവറിൻ്റെ പരിപാടിയാണ് എന്ന്. ശ്രീ സജീവൻ, താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഈ യാത്ര സംബന്ധിച്ച് താങ്കൾക്ക് വിവരമുണ്ടോ? PV അൻവർ നമുക്കറിയാവുന്ന പോലെ എപ്പോഴും പച്ച കണ്ടെത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക പാർട്ടിയുടെ രീതിയിലല്ല. എവിടെ തനിക്ക് വേണ്ട രൂപത്തിൽ, തനിക്ക് അനുകൂലമായ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ട് മറ്റൊരു ഭാഗത്തെ ശത്രുപക്ഷം കാണിച്ചുകൊണ്ടാണ് നിൽക്കുക. പണ്ട് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് കുറേ എതിർപ്പുണ്ടായപ്പോൾ അന്ന് അദ്ദേഹം LDFനെ പിന്തുണ തേടിയിട്ട് പോയി. പിന്നീട് LDFിൽ തന്നെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങളൊക്കെ കിട്ടാതെ ആയപ്പോൾ അദ്ദേഹം ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് BJPയും LDFും UDFും എല്ലാ മുന്നണികളും ഒരേപോലെ അവർ തമ്മിലൊരു തരത്തിലുള്ള ധാരണയുണ്ട് എന്നാണ്. ഇപ്പോഴദ്ദേഹം പറയുന്നത് താൻ ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കുന്ന ആ മൂന്നാം മുന്നണി UDFിനോട് ചേരുന്നുണ്ട്. അതായത് PV അൻവറിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, മലയോര കർഷകരുടെ കാര്യമോ അല്ല മലയോരത്തെ പ്രശ്നങ്ങളോ ഒക്കെ പരിഹരിക്കുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് തനിക്ക് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ബർത്ത് കിട്ടണം. അതിന് തനിച്ച് നിന്നാലൊരു കാര്യവുമില്ല. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ PV അൻവർ വലിയ കാർഡിളക്കിയിട്ടാണ് പാലക്കാട്ടും ചേലക്കരയിലൊക്കെ സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നത്. മൊത്തമായിട്ട് അട്ടിമറിക്കുമെന്ന് പറഞ്ഞു. പാലക്കാട്ട് അദ്ദേഹം പിൻവലിച്ചു. ചേലക്കരയിൽ എന്തായാലും വലിയ സംഭവമാക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല വലിയ വാഗ്ദാനങ്ങളായിരുന്നു. 1000 വീടുകൾ നിർമ്മിച്ചു കൊടുക്കും. ഒന്നാമത്തെ ലൈഫ് മിഷൻ പദ്ധതിയൊക്കെ തകർന്നു കിടക്കുകയാണ്. ആ ചേലക്കര പ്രദേശത്തെ ആളുകൾക്കൊന്നും, അർഹതപ്പെട്ട ആളുകൾക്കാർക്കും വീടില്ല. അതുകൊണ്ട് 1000 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വിശ്വസിച്ചിട്ട് സുധീർ പലപ്പോഴും വലിയ പ്രഖ്യാപനം നടത്തി. എനിക്ക് എതിരാളികൾ ഇല്ല, ഞാൻ മുന്നിലാണ്, 2ാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. എത്ര വോട്ട് കിട്ടി? 3900 അദ്ദേഹത്തിന് കിട്ടിയത്. സുധീർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ആ പ്രദേശത്തെ സമുന്നതനായൊരു നേതാവ് മത്സരിച്ചിട്ട് പോലും കിട്ടി. അവർ പക്ഷേ അദ്ദേഹത്തിന് ആ രീതിയിൽ കോൺഗ്രസിൻ്റെ പിന്തുണ കിട്ടിയിട്ടുള്ള കോൺഗ്രസ്സുകാരായിട്ട് ആളുകൾ പിന്തുണച്ചിരിക്കുക. അപ്പോൾ അൻവറിൻ്റെ പിന്തുണ എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അൻവറിന് അത് അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലമ്പൂരിൽ തന്നെ ഇനി മത്സരിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ അതേപോലെ വേറെ എവിടെയും മത്സരിക്കണമെങ്കിൽ ഒരു ഏണി എവിടേക്കെങ്കിലും ചാരണം. അതിന് അദ്ദേഹം ഇപ്പോൾ കാണുന്നത് UDF ആണ്. LDFിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇനി അദ്ദേഹത്തെ അടുപ്പിക്കുന്ന പ്രശ്നമില്ല. BJPക്കാർ അടുപ്പിച്ചിട്ട് പോലും കാര്യമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. കാരണം ജയിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്ത് വേണം? UDFിനെ വേണം. അതാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടൊരു തന്ത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. മലയോര കർഷകരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രക്ഷാദൂതനായിട്ട് രംഗത്ത് വരുന്നു. അതിന് അദ്ദേഹം ആദ്യം തന്നെ ഈ പ്രശ്നവുമായിട്ട് രംഗത്ത് വരുന്നതിന് മുമ്പേ തന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തുന്നു. ND അപ്പച്ചൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് പോസ്റ്റർ അടിക്കുന്നതൊക്കെ ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും
ഈ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് അൻവർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 3900 വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കണക്കായി നമുക്ക് കാണാൻ പറ്റുമോ ശ്രീ എ സജീവൻ? പ്രത്യേകിച്ച് ചേലക്കരയിൽ അതിൽ നഷ്ടമുണ്ടായത് കോൺഗ്രസിനാണ്. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടമുണ്ടാക്കി എന്നതുകൊണ്ടായിരിക്കുമോ ഇപ്പോൾ ആ ചർച്ചയ്ക്കുള്ള വാതിൽ, പ്രത്യേകിച്ച് വി ഡി സതീശനുമായി ബന്ധപ്പെട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിനെതിരെ നടത്തിയ വിമർശനങ്ങളോട് ക്ഷമിച്ചിരുന്നു എന്നത് പരസ്യമായി തന്നെ പറഞ്ഞതാണ്. ആ വിഷയമൊക്കെ പരിഹരിച്ചു എന്നത്. അതിനുശേഷം ചേലക്കരയിൽ സുധീറിനെ ഇറക്കിയതാണോ പിന്നീട് ആ വിഷയത്തിൽ അദ്ദേഹം നിലപാട് കടുപ്പിക്കാൻ കാരണമായി മനസ്സിലാക്കുന്നത്? ഇല്ല, 3990 എന്ന് പറയുന്നത് ഒരു വലിയ 3900 എന്ന് പറയുന്നത് ഒരു വലിയ വോട്ടൊക്കെ തന്നെയാണ്. സ്വാഭാവികമായിട്ട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ വോട്ടാണ്. പക്ഷേ അതെങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? സുധീർ എന്ന് പറയുന്നത് ചെറിയ നേതാവൊന്നുമല്ല. ആ പ്രദേശത്ത് വളരെയധികം സ്വാധീനമുണ്ടായിരുന്ന, തീർച്ചയായിട്ടും അവിടെ ഇപ്രാവശ്യം UDF-നെ കോൺഗ്രസ്സിനെ പരിഗണിക്കാൻ പറ്റുമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുധീർ. എന്നിട്ട് പോലും അവിടെ കോൺഗ്രസ്സുകാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്തതിൽ. എന്നിട്ട് പോലും കിട്ടിയത് 3900 അത് അൻവറിൻ്റെ വോട്ടാണെന്ന് കണക്ക് കൂട്ടിക്കൂടാ. കോൺഗ്രസ്സുകാർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അൻവറിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുള്ളത്, കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് മൂന്നാമത്തെ തവണയും ഒരു പരാജയം അതവർ ഒരിക്കൽ പോലും ആഗ്രഹിക്കുന്നില്ല അല്ല, അങ്ങനെ സംഭവിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് അവർക്കറിയാം. അപ്പം കിട്ടാവുന്നിടത്ത് മുഴുവൻ, ഇപ്പം ജമാഅത്തെ വോട്ടാണെങ്കിലും SDPI വോട്ടാണെങ്കിലും ഒക്കെ പരമാവധി കിട്ടാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ഈ അൻവറിൻ്റെ കയ്യിൽ നിന്ന് 10 വോട്ട് കിട്ടിയാൽ അതും നേട്ടമെന്ന് വിചാരിക്കുന്നവർ തന്നെയാണ് UDF. അതുകൊണ്ട് ആ നേട്ടത്തിന് വേണ്ടി പലപ്പോഴും അൻവറിന് അനുകൂലമായിട്ട് നിലപാടെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ശരി, ശ്രീ PK നവാസ്, ലീഗിനെ സംബന്ധിച്ചും ഞാൻ അതാണ് കേട്ടത്. PV അൻവർ UDF-ലേക്ക് വന്നോട്ടെ, പക്ഷേ ലീഗിലേക്ക് വേണ്ട. അങ്ങനെ ലീഗിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നക്കാരനാണ് PV അൻവർ എന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ഒരു ബോധം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാർട്ടിയിലേക്ക് വേണ്ട, മുന്നണിയിലേക്ക് പോന്നോട്ടെ, PV അൻവർ കൊണ്ടുവരുന്ന വോട്ടും പോന്നോട്ടെ എന്നതാണ് ലീഗിൻ്റെ നിലപാടെന്ന് കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനകീയ യാത്രയിൽ വന്നിരിക്കുന്ന പേരുകളിൽ എടക്കരയിൽ ഉദ്ഘാടനം ET-ആണ് എന്നാണ് ഫോട്ടോ സഹിതം പോസ്റ്റർ വന്നിരിക്കുന്നത്. തിരുവമ്പാടിയിൽ ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കാസിം പങ്കെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ട് യാത്ര തന്നെയാണല്ലോ. അപ്പോൾ ആ യാത്രയിൽ ലീഗ് എടുക്കുന്ന നിലപാട് എന്താണ്? ഇപ്പോൾ കോൺഗ്രസ് നിലപാട് ഇപ്പോൾ ശ്രീ കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് പാർട്ടി സംസ്ഥാന നേതൃത്വം അത് പ്രഖ്യാപിക്കപ്പെടും. ഞാനിപ്പോൾ സ്മൃതിയോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ PV അൻവർ MLA എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സാമുദായിക സംഘടനകളുണ്ട്, സാംസ്കാരിക സംഘടനകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകൾ മുഴുവൻ ഈ ഗവൺമെൻറ് നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും അവരുടെ മുഖപത്രങ്ങൾ ലേഖനം എഴുതുകയും ചെയ്യുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സർക്കാരിനെതിരെ വിവിധ മേഖലയിൽ നിന്ന് വലിയ രൂപത്തിലുള്ള ജനവിരുദ്ധത ഉയർന്നു വരുന്നുണ്ട്. PV അൻവർ MLA അദ്ദേഹത്തിൻ്റെതായ രൂപത്തിലേക്ക് ഒരു ഇടപെടൽ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായി പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്, ഈ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ജനകീയ സമരങ്ങളെ സ്വാഭാവികമായി വളരെ പോസിറ്റീവായി ഞങ്ങൾ നോക്കിക്കാണുന്നു. ഞങ്ങളതിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് സ്മൃതി ചോദിച്ചത്. അത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വളരെ കൃത്യമായി നാളെ നിങ്ങളോട് വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ ഇത്തരം സമരങ്ങൾ, ഈ സർക്കാരിനെതിരെയുള്ള വിവിധ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ, അത് തീർത്തും അഭിനന്ദനാർഹവും. അല്ലെങ്കിൽ സമൂഹത്തിന് വിവിധ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കണം എന്ന് വ്യക്തിപരമായി പ്രതിപക്ഷം എന്ന രീതിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ 9 വർഷത്തോളമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ഈ സർക്കാരിൻ്റെ വിവിധ നിലപാടുകൾക്കെതിരെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലയിൽ നിന്ന് വിവിധ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അൻവർ വന്നത് ഒരുപക്ഷെ അൻവർ CPM വിട്ടുപോകുന്നതിൻ്റെ പേരിൽ സവിശേഷമായ സാഹചര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അതല്ലാതെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ അതിവൈകാരികമായ ഈ സർക്കാർ വിരുദ്ധ സമീപനങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് മുഴുവൻ ഏകോപിപ്പിക്കുന്ന രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ് ഐക്യ ജനാധിപത്യ മുന്നണി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ PV അൻവറുമായി ബന്ധപ്പെട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ നിലപാട് കോൺഗ്രസ് പറഞ്ഞു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. അത് കോൺഗ്രസ് നിലപാട് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചോ മുസ്ലിം ലീഗിൻ്റെ നിലപാട് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ വളരെ കൃത്യമായി നിങ്ങൾ അറിയിക്കും. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിൽ പങ്കെടുക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന പോസ്റ്ററുകളും വാർത്തകളും അത് പാർട്ടി ഓൺ ചെയ്യാത്ത കാലത്തോളം, പാർട്ടി അത് അംഗീകരിക്കാത്ത കാലത്തോളം എന്നതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട. PV അൻവർ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററാണ്, മാധ്യമങ്ങളല്ല.
PV അൻവർ നല്ല ഉറപ്പോടുകൂടി ഈ നേതാക്കളുമായൊക്കെ ചർച്ച നടത്തിയ ശേഷം ഇതാ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റർ ഇടുമ്പോൾ സ്വാഭാവികമായത് ചോദ്യമായിട്ട് നിങ്ങളോട് വരുമല്ലോ, പങ്കെടുക്കുമോ ഇല്ലയോ? നിങ്ങളുടെ ചോദ്യത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് PV അൻവർ അങ്ങനെ ഒരു പോസ്റ്റർ ഇട്ട് വന്നതിന്റെ പേരിൽ പങ്കെടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ആ പങ്കെടുക്കുമെന്ന് പറയുന്ന നേതാക്കന്മാർ വ്യക്തിപരമായി അങ്ങനെ ഡേറ്റ് കൊടുക്കുന്നവരുമല്ല. സ്വാഭാവികമായി ഇതിന്റെ പാർട്ടി നിലപാട് വരേണ്ടതുണ്ട്. അത് വരും ദിവസങ്ങൾ പാർട്ടി കൃത്യമായി നിങ്ങൾ അറിയിക്കും. ശരി, അതിൽ കുറച്ചുകൂടി നവാസ് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം അത് ആ പരിപാടി ഇന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റർ പതിച്ചു കഴിഞ്ഞു, നേതാക്കളുമായി സംസാരിച്ചു കഴിഞ്ഞു, ഇന്നു മുതൽ തുടങ്ങുന്നു. അപ്പോൾ യാത്രയിൽ ചർച്ച നടത്താതെ നേതാക്കളുടെ പടം എങ്ങനെ വലിപ്പത്തിൽ ഇടുമോ? ഇട്ടിയുടെ പടമൊക്കെ അത്രയും ഗംഭീരമായിട്ട് വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ നേതാവിന്റെ ചിത്രമാണ് പ്രധാനമായും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കാതെ അങ്ങനെ കൊടുക്കാനുള്ള ധൈര്യം കാണിക്കുമോ? അങ്ങനെ ചിത്രം വന്നു അല്ല, ഞാനതാണ് പറഞ്ഞത്. സ്വാഭാവികമായി അങ്ങനെ ചിത്രം വന്നത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കപ്പെടുന്നത് നാളെ സ്വാഭാവികമായി പാർട്ടി നേതാക്കന്മാർ നിങ്ങൾ വിശദീകരിക്കും. അതിൽ ഞാൻ പ്രതിപക്ഷ സ്വരമുള്ള ഒരു സമരം എന്ന രീതിയിൽ അതിന് മറ്റേതെങ്കിലും രൂപത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടാണോ അദ്ദേഹത്തിന് തീയതി വാങ്ങിച്ചത് എന്നുൾപ്പെടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ആ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇപ്പോൾ PV അൻവർ പോകുമോ ഇല്ലയോ എന്നതിനപ്പുറം UDF ഇപ്പോൾ മുന്നണി വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ പല നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്ക് അങ്ങോട്ട് സമീപിച്ചിരിക്കുന്നു PV അൻവർ എന്നുള്ള സൂചനകളാണ്. PV അൻവർ അക്കാര്യത്തിൽ ഒറ്റയ്ക്കല്ല വരിക എന്നുള്ള സൂചനകളുണ്ട്. ഒരു സംഘത്തെ ചേർത്തുകൊണ്ട് ഒരു പാർട്ടിയായി തന്നെ മുന്നണിയിലേക്ക് പോകാനിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട പാർട്ടികളിലെ പല നേതാക്കളുമുണ്ട് എന്ന് കേൾക്കുന്നു. PC ചാക്കോ അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടന്നു കഴിഞ്ഞു എന്ന് കഥകളുണ്ട്. എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ LDFിൽ നിന്നും ചില പാർട്ടികൾ അടർന്നു പോയേക്കാം എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ്. അങ്ങനെ ചില നേതാക്കൾ മാത്രമല്ല, ചില പാർട്ടികൾ തന്നെ അടർന്നു പോയേക്കാം. അടർന്നു പോയിക്കോട്ടെ എന്ന രൂപത്തിൽ ഒരു സമീപനം LDF എടുക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? ജോസ് കെ മാണി, കേരള കോൺഗ്രസ് മാണി വിഭാഗം മാത്രം മതി എന്നൊരു സമീപനമുണ്ടോ ഇക്കാര്യത്തിൽ? ആദ്യം തന്നെ ഈ ചർച്ചാ വിഷയം ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്നൊരു വിഷയത്തിൻ്റെ മേഖലയിലല്ല ഇത് നിൽക്കുന്നത്. കാര്യം ഞാൻ സംസാരിച്ചു വന്നപ്പോൾ ആദ്യം സൂചിപ്പിച്ചത് ഇത് കോൺഗ്രസും രമേശ് ചെന്നിത്തലയും സതീശനും എന്നുള്ള രീതിയിലായിരുന്നു എന്നോട് വന്നിരുന്നത്. കുഴപ്പമില്ല, ഞാൻ ഇച്ചിരി അണ്ടർ പ്രിപ്പയർഡ് ആണ്. അപ്പം ഞാൻ എന്തോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. എനിക്ക് എക്കോ കേൾക്കുന്നു. അല്ല, അങ്ങനെയല്ല. കോൺഗ്രസ് ആണ് നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തത്. കോൺഗ്രസ് രാഷ്ട്രീയം എന്ന നിലയ്ക്കല്ല, മുന്നണികളിൽ കൂട്ടുമാറുന്നു എന്നുള്ളത് തന്നെയാണ്, നേതാക്കൾ കൂട്ടുമാറുന്നു എന്നതുമാണ്. ലുക്ക് അല്ലല്ല ഞാനൊരു ഇത് പറഞ്ഞതല്ല, ഞാനൊരു ബ്ലെയിം ഗെയിം നടത്തിയതല്ല. ഞാൻ ഇച്ചിരി അണ്ടർ പ്രിപ്പയർഡ് ആണെന്ന് മാത്രം ഞാൻ പറയാൻ വേണ്ടി ചെയ്തതാണ്. ശരി. എനിക്ക് എക്കോ കേൾക്കുന്നു സ്മൃതി. ഒന്ന് ശരിയാക്കണം. PCR ഒന്ന് ശ്രദ്ധിക്കണം. ഭയങ്കരമായി എക്കോ കേൾക്കുന്നു. ഇപ്പൊ ശരിയാക്കാം. പറഞ്ഞോളൂ. അപ്പൊ നോക്കൂ, PV അൻവർ എന്ന് പറയുന്ന നേതാവ് ഇപ്പം UDFിലേക്ക് ഒരു പാളയം നോക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂര് ഒരാളുടെ സഹായമില്ലാതെ ജയിക്കാൻ കഴിയില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അതൊന്ന് ഊരി സംസാരിക്കാമോ? അപ്പോഴേക്കും ശരിയാക്കാം. ഓക്കെ, ചെവി ഊരോ? അപ്പൊ ഇവിടെ നോക്കൂ, PV അൻവർ എന്ന് പറയുന്ന ആള് UDFിലേക്ക് അല്ലാതെ വേറെ ഒരു സാധ്യതയും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം നോക്കൂ, DMKയുമായി ചർച്ച നടത്തുന്നു, തൃണമൂലുമായി ചർച്ച നടത്തുന്നു. ഈ ആസാം ഗണപരിഷത്ത് ഒഴികെ അല്ലെങ്കിൽ BJP ഒഴികെ ബാക്കി സംസ്ഥാനത്തെ രാജ്യത്തെ എല്ലാ പാർട്ടികളുമായി ചർച്ച നടത്തിയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസിന്റെ കാര്യത്തിൽ തന്നെ എനിക്ക് വലിയ സംശയമുണ്ട്. കാര്യം DMK എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായി ചേർന്ന് കേരളത്തിൽ എന്ത് രാഷ്ട്രീയ വ്യത്യാസം വരുത്താൻ, എന്ത് പൊളിറ്റിക്കൽ ഡിഫറൻസ് വരുത്താനാണ്, എന്ത് സോഷ്യൽ ഡിഫറൻസ് വരുത്താനാണ് അദ്ദേഹത്തിന് കഴിയുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാര്യം അങ്ങനെ ചിന്തിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റിയിൽ പോലും എനിക്ക് സംശയമുണ്ട്. ഞാനത് എൻ്റെ പേഴ്സണൽ സംശയമായിട്ട് പറയുന്നതാണ്. കാര്യം കേരളത്തിലെ ഒരു പാർട്ടി DMKയുമായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസുമായിട്ടോ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു സാമൂഹിക രാഷ്ട്രീയ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് അയാളുടെ പൊട്ടൻഷ്യലിൽ എനിക്ക് സംശയിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നത് നോക്കൂ, ഇവിടെ ഉയർന്നു വന്ന ഒരു വിഷയം എന്താണ്? ഈ പറയുന്ന PV അൻവറിന് സ്വയമേ നിന്നാൽ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒന്നും കിട്ടില്ലെന്നാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. ചേലക്കരയിൽ 3900 വോട്ടുകളെ കുറിച്ച് ഇവിടെ പരാമർശം ഉണ്ടായി. അത് സുധീർ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവ്, അദ്ദേഹം അവിടെ വളരെ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നല്ല സ്റ്റേച്ചറുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന മെറിറ്റ്
യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ടു പോവുകയാണ് പി വി അൻവർ ചെയ്തത്. പി വി അൻവർ ഈ 140 മണ്ഡലങ്ങളിലും ഇതുപോലെ 3600 4000 വോട്ടുകൾ വെച്ച് പിടിക്കാൻ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് അദ്ദേഹം അതുവഴി ചെയ്തത്. അത് യഥാർത്ഥത്തിൽ സുധീറിന്റെ ഇതാണ്. ഈ പറയുന്ന പാലക്കാടേക്ക് നോക്കൂ. പാലക്കാട് സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പം സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് അദ്ദേഹം പിൻവലിക്കുന്നു. എന്തുകൊണ്ടാണ് പിൻവലിക്കുന്നത്? കോൺഗ്രസ് ഈ പറയുന്ന UDF വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകാതിരിക്കാനാണ് എന്നുള്ള ഒരു വാദം വരുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ എന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് അവിടെ UDFനെതിരെ അല്ലെങ്കിൽ ഏതേലും തരത്തിൽ വന്നാൽ ഇത് നിൽക്കുമെന്ന് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ വലിയ വ്യത്യാസം പാലക്കാട് വരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കാരണവശാലും തോന്നുന്നില്ല. അപ്പം PV അൻവർ എന്ന രാഷ്ട്രീയക്കാരന്റെ ഒരു UDFിലേക്കുള്ള പോക്കോ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഒരു മുന്നണി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ BJPയിലേക്ക് പോയാലോ ഒന്ന് ഇവിടെ എന്തേലും തരത്തിലുള്ള വ്യത്യാസം വരുത്തത്തക്ക രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴത്തെ നിലയിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമത്തിൽ അദ്ദേഹത്തിന് വലിയ സ്പേസ് കിട്ടുന്നുണ്ട്. മാധ്യമങ്ങൾ അദ്ദേഹം വിവാദ പ്രസ്താവന നടത്താൻ തയ്യാറായിരിക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഇനിയും സ്പേസ് ഉണ്ടാവും. അതാണ് ഒരു രാഷ്ട്രീയക്കാരന് ഉള്ള ബേസ് എന്നും അതാണ് അദ്ദേഹത്തിന് മാറ്റാൻ പറ്റുന്നതെന്നും ഉള്ളൊരു ധാരണ എനിക്ക് വ്യക്തിപരമായില്ല. ശരി, ലാൽകുമാറിലേക്ക് തന്നെ അടുത്ത ചോദ്യം ചോദിക്കണേ. ഇപ്പോഴും ശരിയായിട്ടില്ല അല്ലേ? ഓക്കെ. പക്ഷേ താങ്കൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ PV അൻവറിന് നിലമ്പൂരിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം അറിയാമല്ലോ. അതുപോട്ടെ, അതുകൂടാതെ അദ്ദേഹം ഇപ്പോൾ പോകാൻ പോകുന്നത് ചെറിയ രൂപത്തിലല്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ അദ്ദേഹം എല്ലായിടത്തും പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടെയുള്ള അതൃപ്തരെ കണ്ടെത്തുകയും അതൃപ്തരുടെ ഒരു സംഘമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ഒരു സൂചനയുണ്ട്. അപ്പോൾ CPMൽ നിന്നും ഒരു അതൃപ്തരുടെ ഒരു നിരയെ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ആലോചിക്കുന്നു. അതുകൂടാതെ വിവിധ പാർട്ടികളിൽ ഭിന്നിപ്പോടെ നിൽക്കുന്ന ചില നേതാക്കളെ അടർത്തി മാറ്റാൻ പോകുന്നു. അതൊക്കെ പ്രധാനപ്പെട്ട പേരുകൾ തന്നെയാണ്. CPMൽ തന്നെ നിലവിലൊരു യുവ MLA കൂടി കൂട്ടുപിടിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു പാർട്ടി ആയിക്കൊണ്ട് മുന്നണിയിലേക്ക് പോകാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അതൊരു ചെറിയ സമീപനമല്ല. വിജയിച്ചാൽ അത് UDFന് ഗുണം ചെയ്യുക തന്നെയും. UDFനെ സംബന്ധിച്ച് മുന്നണി വിപുലീകരിക്കുക എന്നൊരു ലക്ഷ്യം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ അൻവറിനെ മാറ്റി നിർത്തിയാലും പല നേതാക്കളുമായി ഇതിനകം കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയെന്ന സൂചനകളുണ്ട് ശ്രീ ലാൽകുമാർ. അപ്പോൾ ഇടതിൽ നിന്നും അടർന്നു മാറലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, സാധ്യത വെച്ച് നമുക്കൊരു ചർച്ച നടത്താൻ പറ്റില്ല. നോക്കൂ, ഇന്ന ആൾക്കാർ അപ്പുറത്തേക്ക്, ഇപ്പം നിങ്ങൾ ജോസ് കെ മാണിയുടെ പേര് പറഞ്ഞിട്ട് എന്നോട് ജോസ് കെ മാണി നാളെ അപ്പുറത്തേക്ക് പോകും, അങ്ങനാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ജോസ് കെ മാണി വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് LDFിൽ തന്നെ തുടരും. അല്ലെങ്കിൽ മറ്റാൾക്കാർ ആരും LDFിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആരും ഇതുവരെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ LDFിന്റെ ഭാഗമായി നിൽക്കുന്ന ഞാൻ, LDFിന് വേണ്ടി സംസാരിക്കുന്ന ഞാൻ, ആരേലും പോകുന്ന പൊക്കോട്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും പോകാൻ വരുമെങ്കിൽ അവർ പബ്ലിക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു കാര്യം നടത്താം. ഇന്ന് ഇപ്പോൾ റിപ്പോർട്ടറിന്റെ വാർത്ത ഞാൻ ശ്രദ്ധിച്ചപ്പം റിപ്പോർട്ടറിന്റെ വാർത്ത പറയുന്ന 3 CPM MLA-മാരെ അടർത്തിക്കൊണ്ടു പോകാൻ അൻവർ സജ്ജനായി നിൽക്കുന്നു എന്നാണ്. അദ്ദേഹം കൊണ്ടുപോയി നോക്കട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം പ്രസ്താവന വ്യക്തമാക്കട്ടെ, ആരൊക്കെയാന്ന് പേര് പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാമല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം സ്മൃതി. പാലക്കാട് ആള് കൂടാനില്ലാഞ്ഞിട്ട് അദ്ദേഹം വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് പൈസ കൊണ്ടുകൊടുത്ത് ജാഥ നടത്തിയതിനെ കുറിച്ച് നമുക്കറിയാം. കാര്യം അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ വലിയ ആൾക്കാരൊന്നും അദ്ദേഹത്തിന്റെ നിഴല് പോലും അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാലത്തൂടാണ് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ CPIMന്റെ 3 MLA-മാരുണ്ട് എന്ന് പറയുമ്പോൾ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കലി ഇറലവന്റ് ആയിട്ട് നിൽക്കുന്ന PV അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ വാർത്തകളിൽ ഇടം നേടുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സാധ്യതകളുള്ളൂ. ആ രാഷ്ട്രീയ സാധ്യത അരക്കിട്ട് ഉറപ്പിക്കാൻ അദ്ദേഹം ഇപ്പൊ പിണറായി വിജയന്റെ പേര് പറഞ്ഞില്ല, പിണറായി വിജയൻ കൂടെ അപ്പുറത്തോട്ട് വരുന്നു പറഞ്ഞാലും എനിക്ക് അത്ഭുതമില്ല. അപ്പം ഈ പറയുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 MLA-മാർ CPMൽ നിന്ന് പോവുക എന്നുവെച്ചാൽ 3 MLA-മാർ CPMൽ നിന്ന് അപ്പുറത്തോട്ട് പോയിട്ട് ഇദ്ദേഹത്തിനോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അത്രയും മോശമായിട്ടൊരു MLA PV അൻവറിന്റെ കൂട്ടത്തിൽ പോകാൻ സജ്ജരായ നിൽക്കുന്ന CPM MLA-മാരുണ്ടെങ്കിൽ സത്യത്തിൽ അവർ CPMനോട്ട് നിൽക്കണ്ടെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അവർ പോവില്ലയോ എന്നുള്ളതല്ല. കാര്യം പൊളിറ്റിക്കൽ ബേസ് ഉള്ള ഒരു പാർട്ടിയിൽ നിന്ന് വിട്ട് അവരെ MLA വരെ ആക്കിയ ഒരു പാർട്ടിയിൽ നിന്ന് വിട്ട് ഒന്നുമില്ലാത്ത 4 പേര് കൂടാനില്ലാത്ത PV അൻവറിന്റെ കൂട്ടത്തിൽ അങ്ങനെ പോയി ജീവിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ മണ്ടത്തരമുള്ള ഒരാൾ ഈ കേരളത്തിൽ CPMന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിർബന്ധമായും അവർ PV അൻവറിന്റെ കൂട്ടത്തിൽ പോകണമെന്നാണ് എനിക്ക് വ്യക്തിപരമായ പറയാനുള്ളത്. അതാണ് പറഞ്ഞത്, അസംതൃപ്തരെയാണ് കൂടെ കൂട്ടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള അസംതൃപ്തിയുള്ളവരായിരിക്കാം. ശ്രീ TP ജയചന്ദ്രൻ, അല്ല ഈ കൂടെ അസംതൃപ്തർ
MLA ആണോ അസംതൃപ്തൻ? അതെ, നാളെ MLA ആവാനുള്ള സാധ്യത നാളെ MLA ആവാനുള്ള സാധ്യത ഈ മുന്നണിയിൽ ഇല്ല എന്ന് തിരിച്ചറിയുന്നവരും ഉണ്ടാകുമല്ലോ. ചേച്ചി, നിങ്ങളുടെ വാർത്ത ഇന്ന് 3 MLA എന്നായിരുന്നു. അതാ ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ 3 MLA CPM MLA പോകാൻ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ 3 MLA MLA ആകാൻ സാധ്യതയുള്ള ഇപ്പം എത്ര പേരെ കാണിക്കാം? എത്ര പേര് നമുക്ക് MLA ആകാൻ സാധിക്കും? ഇപ്പൊ എനിക്ക് നാളെ രാവിലെ പറയല്ലോ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ LDF നിന്ന് ഒരു വിജയം സാധ്യമല്ല എന്ന് കരുതുന്നവർ, നാളെ UDF പോയാൽ ഒരു സാധ്യതയുണ്ട് എന്ന് കരുതുന്നവർ, അങ്ങനെ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു പുതിയ പാർട്ടിയായി പോകാമെന്ന് ആലോചിക്കാമല്ലോ. സാധ്യതയുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറയേണ്ടത് LDF നിന്ന് UDF പാളയം മാറാനുള്ള സാധ്യത അത് PV അൻവർ ഉണ്ടേലും ഇല്ലേലും അവർ ചെയ്യുമല്ലോ. അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നവർ ചിലപ്പം LDF ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യും. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവരെ കൂട്ടുന്നു എന്നുള്ളതാണ് അൻവറിന്റെ സാമർഥ്യം. അൻവർ അത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിന് നോക്കൂ, അതിന് സാമർഥ്യമുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല PV അൻവർ എന്ന് ഞാൻ പറയുന്നതിന് കാരണം, അങ്ങനെ സാമർഥ്യമുള്ള ഒരാള് തൃണമൂലും ആസാം പരിഷത്തും അല്ലെങ്കിൽ DMKയുടെയും പോയി ഇവിടെ മുന്നണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കാൻ നോക്കില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാൽ ഇവിടെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഇപ്പം മറ്റൊരാളെ അടർത്തിക്കൊണ്ട് ഇപ്പൊ കോൺഗ്രസ് പോകാന്നിരിക്കട്ടെ, പണ്ട് നെയ്യാറ്റിങ്കരെ കൊണ്ടുപോയതല്ലേ, അങ്ങനെ ചിലപ്പോൾ കൊണ്ടുപോകുന്നുണ്ടാകാം. പക്ഷെ അത് അൻവർ കൊണ്ടുപോയതാണ്. അൻവറിന് അതിനുള്ള ആളുണ്ട്, അതിനുള്ള രാഷ്ട്രീയ പക്വതയുള്ള രാഷ്ട്രീയ ബേസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനത് എടുക്കത്തില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കൊണ്ടുപോകണം, നമുക്ക് എടുക്കാം. ശരി, ശ്രീ TP ജയചന്ദ്രൻ, BJP വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? മുന്നണികളിൽ മുന്നണി വലുതാക്കാനുള്ള ശ്രമങ്ങൾ UDF നടത്തുന്നു എന്നുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുമെന്നുള്ള കാര്യം പരസ്യമായി തന്നെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം ചർച്ചകൾ ഒരു വശത്തു നിന്ന് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ വിവരങ്ങളും പുറത്തു വരികയാണ്. അതിനിടയ്ക്കാണ് അൻവറുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. BJP ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മടങ്ങിയെത്താം. ശ്രീ TP ജയചന്ദ്രൻ, ഞാൻ ചോദിച്ചത് BJP ഈ മുന്നണി വിപുലീകരണത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ച് അൻവറിന്റെ നീക്കങ്ങളെ. നോക്കൂ, അൻവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളുടെ കിടമത്സരത്തിലുള്ള ഒരു ഉൽപ്പന്നം മാത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊക്കെ ചില ചാനലുകൾ വെച്ച് പുലർത്തി. അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു, ഞാൻ ഭരണത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഏതാണ്ട് 25ഓളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയോ അവിടെ ഭരണമാറ്റം ഉണ്ടാവുകയോ ചെയ്യും. അദ്ദേഹം എന്തോ വലിയ ഒരു ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കും, കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ തന്നെ ഞാൻ മാറ്റിമറിക്കും. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരുപാട് പ്രകടനങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ മറ്റൊരു ചിത്രമാണ് BJPക്ക് വ്യക്തമാക്കാനുള്ളത്. ഒരേപോലെ തന്നെ ഈ കേരളത്തിലെ ഇടതുഭരണത്തെ പിന്താങ്ങുന്നവരും അതിനെ എതിർക്കുന്നവരെയും വെറുക്കാൻ പ്രേരിപ്പിക്കുന്ന അവർക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇത്തരമൊരു രംഗത്ത് ഒന്ന് രാഷ്ട്രീയ അജണ്ടകൾ തയ്യാറാക്കി കളം പിടിക്കേണ്ടത് കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഉൾപ്പെടെ കാണുമ്പോൾ ആ പ്രതിപക്ഷ നേതൃത്വം ഒരർത്ഥത്തിൽ നാഥനില്ലാത്ത കളരിയായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് കുതിരകൾ ഒരുപാട് ദിക്കുകളിലേക്ക് അതിനെ പിടിച്ചു വലിക്കുന്നതായിട്ട് തോന്നുന്നു. ആരാണ് കേരളത്തിലെ UDFന്റെ അജണ്ട നിശ്ചയിക്കുന്നത്? രമേശ് ചെന്നിത്തലയാണോ? പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ? അതല്ല KPCC പ്രസിഡന്റാണോ? അതല്ല സ്വന്തമായ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന KC വേണുഗോപാലാണോ? K മുരളീധരനാണോ? യുവാവെന്ന നിലയ്ക്ക് നമ്മുടെ ഷാഫി പറമ്പിലാണോ? ഹസ്സനാണോ? ഇവിടെ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ എത്തുന്നത് എവിടെയാണ്? നോക്കൂ, കേരളത്തിലെ ഒരു യുവ നേതാവ് അദ്ദേഹത്തിന് ഇന്നൊരു യാത്ര പുറപ്പെടുന്നു. ആ യാത്രയെ കൂടെ ചേർക്കണോ, അതിനോട് ഏത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിനുണ്ടാകുന്ന ആശയക്കുഴപ്പമാണ്. രാഷ്ട്രീയ രംഗത്തേക്ക് നിങ്ങൾ നോക്കൂ, എത്രയെത്ര ജനകീയ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. രൂക്ഷമായ വിലക്കയറ്റം, ക്ഷേമ പെൻഷനുകളും സാമ്പത്തികമായി പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്, സാമ്പത്തികമായിട്ടുണ്ടാകുന്ന അയർച്ചയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, സഹകരണ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന അനിഷ്ട സംഭവങ്ങൾ, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പക്ഷേ ഈ അജണ്ടകൾക്കൊന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിനൊരു അജണ്ട സെറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, അവർ കേരളത്തിലെ ഭരണപക്ഷം തയ്യാറാക്കുന്ന അജണ്ടയ്ക്കകത്ത് വെച്ച് തലവെച്ച് ആ തല ഊരാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് അൻവറിന്റെ യാത്ര. വന നിയമ ഭേദഗതി ബില്ലിനെതിരായ യാത്രയാണ്.
സ്മൃതി, ഞാൻ ആ ചർച്ചയിലേക്ക് അൻവറിലേക്ക് കടക്കാത്തത് നോക്കൂ, ഒരു മലമുകളിൽ ഈ രാജ്യത്തെ എക്കോസിസ്റ്റത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഭരണകൂടവും കോടതിയും പൊളിക്കാൻ പറഞ്ഞിട്ട് അത് പൊളിക്കാത്ത കർഷകരെയും ആ താഴെ കിടക്കുന്ന നിരപരാധികളുടെ ജീവന് വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിന് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഈ സമരത്തിൻ്റെ പുറകിലുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് എങ്ങനെ വിലയിരുത്തണമെന്ന് എനിക്കറിയില്ല. ഏതായാലും അതിനെ കേരളം സ്വീകരിക്കില്ലെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അവിടെ പോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു അജണ്ടയുമായി പോകാൻ സാധിക്കില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനൽ തന്നെയാണ് അദ്ദേഹത്തെ സംപ്രേഷണം ചെയ്തത്, അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കൊടുത്തത്. രാവിലെ അദ്ദേഹം പറഞ്ഞത് എവിടെയാണ്? അദ്ദേഹം ഏതാണ്ട് ചില പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട്. അടഞ്ഞ അധ്യായമല്ല, വാതിൽ ചാരിയിട്ടില്ല, വാതിൽ തുറക്കുകയാണ്. ഒരർത്ഥത്തിൽ കേരളത്തിൽ രണ്ട് മുന്നണികളെയും വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വികാരമായി മാറാനും കേരളത്തിലെ സാധാരണക്കാരൻ്റെയും കർഷകൻ്റെയും കേരളത്തിലെ സാധാരണ ജനതയുടെയും ഒക്കെ വികാരമാവാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാൾ എല്ലാവരെയും വെല്ലുവിളിച്ച് തൻ്റെ കീശയുടെ കനം കൊണ്ടോ തൻ്റെ കൈവശമുള്ള ആളുകളെ കൊണ്ടോ ഒക്കെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രത്യാശയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഇന്ന് നോക്കൂ, അദ്ദേഹം ആരെയാണോ എതിർത്തത് അവരെ തന്നെ ഉദ്ഘാടകനും യാത്രയിൽ നടക്കാനും വേണ്ടി ആളുകൾ അന്വേഷിച്ചു പോകുന്നു. അവിടെ പോലും ആ മുന്നണിക്കകത്തുള്ള ആളുകളെപ്പോലും അത് കൺവിൻസ് ചെയ്യാനോ അവർക്കൊരു പൊതുവായ ധാരണയിലെത്തുവാനോ അതിൻ്റെ കാണേണ്ട ആളുകളെ കണ്ട് അതിലൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് ഇന്നൊരു നനഞ്ഞ പടക്കമായി അവശേഷിക്കുകയാണ്. മാത്രമല്ല, ഇത് വെളിവാക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിനകത്തുള്ള അനൈക്യം, അതിൻ്റെ നേതൃത്വത്തിൽ അവരെത്തിയിരിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധി, ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യാൻ പോലും അവർക്ക് കഴിയില്ലായ്മ. മാത്രമല്ല, ഒരു കാര്യം അൻവറിന് അറിയാം, അൻവർ വരികയാണെങ്കിൽ ഒരുപക്ഷെ നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനൊരു സ്വതന്ത്രനെ പിന്തുണയ്ക്കേണ്ടി വരുമോ അവസ്ഥ ഉണ്ടാകുമെന്ന ഭയം അവർക്കുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളല്ലേ ഉള്ളൂ. ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരാളുകളുണ്ട്. അപ്പോൾ ഒരു മുന്നണിയിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് പ്രത്യാഘാതം എന്തൊക്കെയായിരിക്കും? അതിനെ നേരിടാൻ പഴയ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലഘട്ടത്തിലെ കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ CK ഗോവിന്ദ മേനോൻ്റെയും R ശങ്കറിൻ്റെയും കാലഘട്ടത്തിലെ കോൺഗ്രസ്സിന്, ആ കോൺഗ്രസ്സിന് ഇത് സാധിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇന്ന് ആ കാര്യത്തിലേക്ക് കടന്നു പോകാൻ. ശരി, ശ്രീ എ സജീവൻ, ഇപ്പോൾ PV അൻവർ എന്നുള്ള ഒരു ഫാക്ടർ മാറ്റി നിർത്തുകയാണെങ്കിൽ മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് UDF ഇതിനകം തന്നെ ചർച്ചകൾ പല നേതാക്കളുമായി നടത്തിക്കഴിഞ്ഞു എന്ന് കേൾക്കുന്നു. അത് LDFനും അറിവുള്ളതാണ് എന്ന് കേൾക്കുന്നു. ആ പാർട്ടിയും ആ പാർട്ടിയുടെ നേതാവും പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു നിലപാട് ചിലരുമായി ബന്ധപ്പെട്ട് CPM എടുത്തു കഴിഞ്ഞതായും കേൾക്കുന്നു. താങ്കളുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? മുന്നണി വിപുലീകരണത്തിൽ രാഷ്ട്രീയമായി ഇപ്പോൾ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാത്ത പാർട്ടികളെയും കൂടെ കൂട്ടുക വഴി മുന്നണിയിൽ കൂടുതൽ പാർട്ടികൾ എത്തുക എന്നൊരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ UDF ഇപ്പോൾ നടത്തുന്നത്. തീർച്ചയായിട്ടും UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ UDFൻ്റെ കെട്ടുറപ്പ് ശക്തമാക്കാനും കുറേ വോട്ടുകൾ ഇപ്പുറത്തേക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അസംതൃപ്തരായിട്ടുള്ള LDFൻ്റെ ഭാഗത്തുള്ള ഈ ഘടകകക്ഷികളെയോ അതിൻ്റെ നേതാക്കന്മാരെയോ ഒക്കെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുമുള്ള പരമാവധി ശ്രമം നടത്തുന്നുണ്ട്. ഏതൊക്കെ വോട്ടുകൾ തങ്ങൾക്ക് അധികമായി കിട്ടുമോ ആ വോട്ടുകളൊക്കെ സംഘടിപ്പിക്കാനുള്ള ശ്രമം കുറച്ച് കാലമായിട്ട് നടക്കുന്നത്. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. കാരണം ജമാഅത്തെ ഇസ്ലാമി വോട്ടുകളാണെങ്കിലും ഒക്കെ പകുതി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾക്ക് ആരെങ്കിലും വോട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലുള്ള നിലപാടൊന്നുമല്ല. പരസ്യമായിട്ട് അവരുടെ വോട്ടും ഞങ്ങൾക്ക് കിട്ടണം എന്ന രീതിയിൽ തന്നെയാണ്. SDPയുടെ വോട്ടാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണെങ്കിലും ഒക്കെയുണ്ട്. മാത്രമല്ല, ഈ പ്രസ്ഥാനങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും SDP ആണെങ്കിലൊക്കെ LDFനോട് CPMനോട് കടുത്ത വിരോധത്തിലാണ്. കാരണം CPM അവരെ ഈ 2 പ്രസ്ഥാനങ്ങളെയും അതിരൂക്ഷമായിട്ട് എതിർക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ UDFന് അനുകൂലമായിട്ട് ഉള്ള നിലപാടെടുക്കും. അതാണ് നമ്മൾ പാലക്കാടൊക്കെ കണ്ടത്. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് SDPക്കാരൊക്കെ ആവേശത്തോട് കൂടിയിട്ട് രംഗത്തിറങ്ങിയത് പോലും അത് LDFൻ്റെയും BJPയുടെയും പരാജയം എന്നല്ല, UDF ജയിച്ചതിലുള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ തങ്ങളെ കർക്കശമായിട്ടും എതിർക്കുന്ന LDFൻ്റെയും തങ്ങൾക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത BJPയുടെയും പരാജയം എന്ന നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളൊക്കെ കൂട്ടുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം UDF എടുക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ അൻവറിന് എത്ര വോട്ട് കിട്ടും, അൻവറിന് ചേലക്കരയിൽ കിട്ടിയ വോട്ട് മുഴുവൻ അൻവറിൻ്റേതാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. പക്ഷെ പരമാവധി
ഈ LDFുമായിട്ട് ഉടക്കി നിൽക്കുന്ന LDFിനോട് വിരോധമുള്ള ആളുകളുടെ വോട്ട് മുഴുവൻ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക. ഇപ്പോൾ ഈ ഏറ്റവും ഈ അൻവർ ആണെങ്കിലും വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന ആളാണല്ലോ. അതുകൊണ്ടാണ് നേരിട്ട് മുന്നണിയിലേക്ക് കടക്കുന്നതിന് പകരമായിട്ട് ആ മുന്നണിയുള്ള പാർട്ടികളുടെ മുഴുവൻ പിന്തുണ കിട്ടാവുന്ന രൂപത്തിലുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. ഒരിക്കൽ പോലും അൻവറിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ വനനിയമം ഭേദഗതി ചെയ്യുന്നതിനെതിരെയുള്ള ഒന്നുമല്ല. പക്ഷേ അതിനേക്കാളൊക്കെ അതൊരു ആയുധമായിട്ട് ടൂളായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് UDFിൽ ഇപ്പോൾ അപ്പച്ചനൊക്കെ ഇപ്പോൾ പിന്മാറിയെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് അപ്പച്ചനൊക്കെ പകുതി സമ്മതം പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും. വിവാദമായതോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചത്. ഇപ്പോൾ പ്രവീൺ കുമാർ ആയാലും ക്ഷണം ലഭിച്ചിരുന്നു, പക്ഷേ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പിന്നീട് പറയുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രവീൺ പറഞ്ഞാണ് പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് അൻവർ LDFിൽ നിന്ന് പിന്മാറിയതിന് ശേഷം അതിരൂക്ഷമായിട്ടാണ് UDFിനെയും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ VD സതീഷിനൊക്കെ വിമർശിച്ചിട്ടുള്ളത്. എന്നിട്ടും ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രവീൺ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? പാർട്ടി നേതൃത്വം പറയട്ടെ, തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പോകാൻ തയ്യാറാണ്. കാരണം അത് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യം. കാരണം LDFിന് എതിരെയുള്ള നീക്കം അത് ഈ മൂന്നാമത്തെ തവണ പരലുള്ള പരാജയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിലേക്ക് അവർ പോകുന്നുണ്ട്. ആ പോക്കിൽ PV അൻവറിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ PV അൻവറിലൂടെ കിട്ടാൻ സാധ്യത ഇപ്പോൾ LDFിലെ 3 CPMലെ 3 MLAമാർ എന്നൊക്കെ പറഞ്ഞില്ല. അങ്ങനെ ആരൊക്കെ ഇപ്പുറത്തേക്ക് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ശ്രീ A സജീവൻ, NCPയിൽ ഒരു പിളർപ്പിനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു. ഒരു 7-ാം തീയതിക്ക് ശേഷം അതിലൊരു വ്യക്തത വരുമെന്ന് കേൾക്കുന്നു. PC ചാക്കോ എന്ന നേതാവിന് ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചുപോക്ക് സാധ്യമല്ല. അപ്പോൾ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ PV അൻവറിനൊപ്പം ചേർന്ന ഒരു പുതിയ പാർട്ടിയായി UDFിൽ പോകുക എന്ന് പറയുമ്പോൾ തടസ്സങ്ങളുമില്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുമില്ല. കോൺഗ്രസ്സായി എടുക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ലീഗിലേക്ക് വേണ്ട അൻവറിനെ എന്ന് പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പുതിയ പാർട്ടി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ദേശീയ പാർട്ടികൾ ഇപ്പോൾ പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിലും തൃണമൂലുമായിട്ടൊക്കെ ഒരു ചർച്ച നടത്തി തൃണമൂലിന് കേരളത്തിലൊരു ഘടകമാകുന്നുവെങ്കിൽ അതിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട പേരുകൾ ഉണ്ടാകുന്നെങ്കിൽ അത് ചെറിയ കാര്യമാണോ? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ. ഇപ്പം NCP എന്ന് പറയുന്ന പാർട്ടി വലിയ മഹാരാഷ്ട്രയിലല്ലാതെ മറ്റെവിടെയും അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ ഇവിടെ ഇതുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ JDSന് ഇവിടെ എത്ര അനുയായികളുണ്ടെന്ന് ചോദിച്ചാൽ സ്മൃതിക്ക് അറിയാമല്ലോ. നമുക്ക് കൃത്യമായിട്ട് എത്ര അനുയായികളുണ്ട് ആ പാർട്ടിക്കകത്തുനിന്നുള്ളത്. പക്ഷേ അവർക്ക് ഭരണത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നുണ്ട്. കാരണം ഒരു പാർട്ടിയാണ്. ഈ നേതാക്കന്മാരെ ഒന്നുകിൽ CPMലേക്കോ CPIലേക്കോ ഒക്കെ ചേക്കേറിയിരുന്നെങ്കിൽ ഈ ഒരു പരിഗണന കിട്ടില്ല. അപ്പോൾ അവർക്ക് മന്ത്രിയുണ്ട്, NCPക്ക് മന്ത്രിയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ ഇപ്പോൾ PC ചാക്കോയുടെ കാര്യം നമുക്കറിയാം. PC ചാക്കോ NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള സ്വാധീനവും LDFിലില്ല. അവിടെ എന്തെല്ലാം നിലപാടെടുത്താലും മന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞാലും പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനൊക്കെ ഇപ്പുറത്തേ പോവുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. കാരണം അടുത്ത പ്രാവശ്യം ഈ NCPക്ക് 2 സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ സാധ്യതയില്ല. കാരണം കായംകുളം കിട്ടാനുള്ള സാധ്യത പോലും കുറവായി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പുറത്തേ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെയൊക്കെയാണ് UDFിന് കിട്ടാവുന്ന ഓരോ വോട്ടും അത് അവർ ശേഖരിക്കാൻ ശ്രമിക്കുന്നു പറയുന്നതാണ്. ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു KPCC നേതൃത്വം എന്നും കേൾക്കുന്നുണ്ട്. ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി, ആ പാർട്ടിക്ക് ഇപ്പോൾ ഒരു വിജയ സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിജയ സാധ്യത ഇല്ലായിരിക്കാം. നേരത്തെ അത് കൽപ്പറ്റയായിരുന്നു. കൽപ്പറ്റയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കയ്യിലാണ്. വടകരയിലും ഇപ്പോൾ കോൺഗ്രസ് നേടിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാർട്ടിക്ക് വലിയ വലിപ്പമില്ല. പക്ഷേ ആ പാർട്ടി വരുന്നു, പാർട്ടിയുടെ എണ്ണം കൂടുന്നു. തീർച്ചയായിട്ടും പാർട്ടിയുടെ എണ്ണം കൂടുക എന്നുള്ളത് മാത്രമല്ല സ്മൃതി, ഇതിൽ കുറച്ച് വോട്ടുകൾ എന്തായാലും സ്വാധീനിക്കാവുന്ന വോട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ അത് ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിക്ക് സ്വാധീനമുള്ള കുറേ മണ്ഡലങ്ങളുണ്ട്. അത് ജയിപ്പിക്കാൻ പലപ്പോഴും അല്ലെങ്കിൽ തോൽപ്പിക്കാൻ പലപ്പോഴും സാധ്യമാക്കുന്ന വോട്ടുകളായിരിക്കും. കാരണം അവർ തനിച്ച് നിന്ന് വലിയ ശക്തിയൊന്നുമില്ല. പക്ഷേ അവരുടെ ചില വോട്ടുകൾ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റം സ്വാഭാവികമാണ്. ഇപ്പോൾ ശ്രേയാംസ് കുമാറിനൊക്കെ നമുക്കറിയാവുന്നതാണ്. അവരുടെ പാർട്ടിക്ക് മന്ത്രിസ്ഥാനം പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. വേണ്ട പരിഗണന കിട്ടുന്നില്ല. അവർ പലപ്പോഴായിട്ട് അക്കാര്യം പരസ്യമായി പറഞ്ഞ കാര്യമാണ്.
എന്നിട്ടും വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാതിരിക്കുമ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് ഇതേപോലെ തന്നെ പോയി കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF വരുമ്പോൾ വീണ്ടും 5 വർഷം ഒന്നും അല്ലാത്ത രൂപത്തിൽ നിൽക്കേണ്ടി വരും എന്നുള്ള അവർക്ക് തോന്നും. അപ്പോൾ ഇതൊന്നും തെറ്റായ കാര്യമൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ എല്ലാ പാർട്ടികളും വിചാരിക്കുന്ന അവർ രാഷ്ട്രീയ നേട്ടമാണ്. അതല്ലാതെ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുന്നണിയിലോ പാർട്ടിയിലോ ഒക്കെ ഉറച്ചു നിൽക്കുന്ന ആളുകളും പ്രസ്ഥാനങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഇത് വളരെ രസകരമായ രീതി എനിക്ക് തോന്നുന്നു UDF പ്രത്യേകിച്ച് കോൺഗ്രസ് തന്ത്രപരമായ നിലപാടിലൂടെ ആണ് പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ആകെ അവർക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് കോൺഗ്രസിനകത്തുള്ള അടിയാണ്. അതായിരിക്കും ഒരുപക്ഷെ അവർക്ക് ദോഷമായിട്ട് മാറാൻ സാധ്യത. പക്ഷെ ഒരു തരത്തിൽ ചെന്നിത്തല ഉപയോഗിച്ച NSS അടുക്കുന്ന ഒരു സാഹചര്യം, അതായത് അകന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഇരുകൂട്ടരും നമ്മൾ അടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് നല്ലത് എന്നൊരു ബോധ്യത്തിലേക്ക് NSSനും ആ ബോധ്യമുണ്ട്, തിരിച്ച് കോൺഗ്രസിനും ആ ബോധ്യമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ചെന്നിത്തല എത്തിയത് ഒരു നേട്ടമാവുകയാണല്ലോ. തീർച്ചയായിട്ടും ചെന്നിത്തല വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്ന NSSൻ്റെ ആൾ മാത്രമായിട്ടില്ല. ഇപ്പോൾ സുകുമാരൻ നായർ ഞങ്ങളുടെ പുത്രനാണ്, ചെറുപ്പം മുതലേ ഇവിടെ കളിച്ചു വളർന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ മാത്രമല്ല. അപ്പം ചെന്നിത്തലയ്ക്കെതിരെ ഒരിക്കൽ പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ആളാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് ഈ മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ്. അവിടെ ലീഗിനുണ്ടായിരുന്ന അസംതൃപ്തി, അതിന് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കാവുന്ന ഒരാളായിട്ട് നമ്മൾ സാദിഖലി തങ്ങളുടെ ഒരു പ്രതികരണം കൂടി നോക്കണം. അദ്ദേഹം ഈ പട്ടിക്കാട് ജാമിയ നൂരിയ ഇതിൽ രമേശ് ചെന്നിത്തല വിളിച്ചതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ വിഷയമാക്കി എടുക്കുന്നുണ്ടോ, അതിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഇതാണോ എന്ന് ഇപ്പോൾ ചോദിച്ചാൽ മറുപടി പറയാൻ പറ്റില്ല. ഇപ്പോൾ ചോദിച്ചാൽ എന്നൊരു വാക്കുകൂടിയുണ്ട് അതിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രമേശ് ചെന്നിത്തല എമർജ് ചെയ്ത് വരുന്നത് UDFന് കുറേ കൂടി നേട്ടമുണ്ടാക്കിയെടുക്കാനുള്ള സാധ്യത, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി നവാസ്, ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചാണെങ്കിലും മുന്നണി വലുതാക്കുക എന്ന ഒരു ഉദ്ദേശമുണ്ടല്ലോ. അപ്പോൾ അത് ലീഗ് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ലീഗിന് മലബാറിൽ ശക്തിയില്ലാത്ത, സ്വാധീനമില്ലാത്ത ഇടങ്ങളിൽ കൂടി വോട്ട് കൂട്ടുക എന്ന ലക്ഷ്യമുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ പാർട്ടികൾ വരുന്നത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ തന്നെയല്ലേ ലീഗും നടത്തുന്നത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് BJPയുടെ പ്രതിനിധി ശ്രീ TP ജയചന്ദ്രൻ സാർ ഇവിടെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. പ്രതിപക്ഷം ഭയങ്കര പ്രശ്നമാണ്, കേരളത്തിലെ പ്രതിപക്ഷം ഭയങ്കര പ്രശ്നമാണ്, അതിന് ഭരണപക്ഷത്തിനെ എതിർക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്ന്. ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം BJPയുടെ പ്രതിനിധിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. K. സുരേന്ദ്രൻ നേതൃത്വത്തിൽ കേരളത്തിൽ BJP ഒരു സംസ്ഥാന ഘടകമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്താ ഞങ്ങൾ പ്രതിപക്ഷം ഇത്ര ദുർബലമായിട്ട് പാലക്കാട് നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോയത്? ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം കേരളത്തിലുണ്ട്. അതിന് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് UDF ആണ്. അതിനെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. 1. 2, സ്മൃതി ചോദിച്ച ചോദ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർക്കാർ വിരുദ്ധ വോട്ടുകളെ ഏകോപിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതേ ചോദ്യം മാധ്യമപ്രവർത്തകർ ഞങ്ങൾ UDF നേതാക്കന്മാരോട് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാർലമെന്ററി പാർട്ടി നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. വ്യക്തികളല്ല, സംഘടനകൾ ഒന്നായി LDFിൻ്റെ കൂടാരം വിട്ട് UDFിലേക്ക് വരും. അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. അത് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് ജനാധിപത്യ ശക്തികളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു എക്സസൈസ് ഞങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മധ്യ കേരളത്തിൽ സംഭവിക്കും, മലബാറിൽ സംഭവിക്കും. അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ UDFിനൊപ്പം ചേരും. നിശ്ചയമായും കേരളത്തിൽ ഒരു മുന്നണി ഭരണമാറ്റം ഉണ്ടാകും. അതിന് മുന്നണി കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ തർക്കമില്ല. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുകൂടുന്നു എന്ന് ആവർത്തിച്ച് ഇവിടെ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ സജീവൻ സാറ് പറയുമ്പോൾ ഭംഗ്യം തരെയാണ് അത് പരാമർശിച്ചു പോയി. ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചില്ല. നിങ്ങൾ ചോദ്യം ചോദിച്ചതിലേക്ക് ഞാൻ അത് പറയാം. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്തു. ഒരു മുന്നണിയാണ്, ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു UDF സംവിധാനമാണ്. ഈ സംവിധാനത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് മലയാളിക്ക് മുഴുവനായി അറിയാം. അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്പേസ് ഇല്ല. അനാവശ്യമായി കേരളത്തിൽ ആകെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞതാണ് ഒരു 3000, ഇന്നിപ്പോൾ ഒരു 3000-ഓ 4000-ഓ മെമ്പർമാരുള്ള ഒരു സംഘടന. ഇന്ന് മലപ്പുറം ജില്ലാ CPMന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി
വിജയന്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. നിങ്ങൾ അതിന് അജണ്ടയാക്കി എടുത്തു, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമി UDF-നൊപ്പം ചേരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് UDF-ന് കിട്ടുന്നൊന്നും അല്ല നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം ജമാഅത്ത് എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന ഒരു മുസ്ലിം പ്രദേശമുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ പരമാവധി ആക്രമിക്കപ്പെട്ടാൽ ഇപ്പുറത്ത് നിന്ന് ഒരു ഏകോപിപ്പിക്കുന്ന മറ്റൊരു രാഷ്ട്രീയത്തിൻ്റെ വോട്ട്, മറ്റൊരു സമുദായത്തിൻ്റെ വോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്ന പൊളിറ്റിക്സിലെ പറയുന്ന CPM ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രത്തിന് പിറകെ ഈ മാധ്യമങ്ങളും ഇത്തരം ആളുകളും പോകരുത് എന്നൊരു റിക്വസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. UDF-ലെ കക്ഷികൾ ആരൊക്കെയാണെന്ന് കേരളത്തിന് കൃത്യമായി അറിയാലോ, ഞങ്ങൾ ആരൊക്കെയുമായി ഡയലോഗ് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. അവിടെ ഞങ്ങൾ പറയുന്നത് നിലവിൽ ജനാധിപത്യ ചേരിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സംഘടനകൾ, അവർ LDF-ന്റെ കൂടാരത്തിലുള്ളവർ പോലും അസ്വസ്ഥരാണ്. ഞാൻ നേരത്തെ കൃത്യമായി പറയുന്നു, മധ്യ കേരളത്തിലും മലബാറിലുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അസ്വസ്ഥമായി നിൽക്കുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരെയുള്ള ജനകീയ സമരങ്ങൾ രൂപപ്പെടുത്തുകയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുന്നണി വളരെ സജീവമായി നിൽക്കുകയും UDF-ന് കേരളത്തിൽ വലിയ മുന്നേറ്റം നടക്കാനും അധികാരത്തിൽ വരാനും കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ലീഗ് ഉൾപ്പെടെ UDF-ലെ എല്ലാ കക്ഷികളും പ്രവർത്തനങ്ങൾ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ശ്രീ ലാൽകുമാറിലേക്ക് പോകുന്നു. ലാൽകുമാർ, എല്ലാ ഘട്ടത്തിലും CPM ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം എന്ന് പറയുമ്പോൾ അവരുടെ UDF-ന്റെ ഭാഗമാണ്, കക്ഷിയാണ് എന്ന നിലയ്ക്കാണ് MP ഗോവിന്ദൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയനും അത് ആവർത്തിക്കുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഇന്നലെ ശിവഗിരി സമ്മേളനത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം, അതിനുശേഷം ശിവഗിരി മഠത്തിൻ്റെ പ്രതികരണം, അപ്പോൾ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് എന്താണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെ പൂർണ്ണമായും സ്വാമി സച്ചിദാനന്ദ തള്ളിയിരിക്കുകയാണ്. സ്വാമി സച്ചിദാനന്ദയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അപ്പോൾ സനാതനധർമ്മം എന്നത് പൂർണ്ണമായും നിരാകരിക്കേണ്ട ഒന്നല്ല എന്ന് സ്വാമി തന്നെ പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ചർച്ച ഒരു മുഖ്യമന്ത്രി, ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തേണ്ടതുണ്ടോ എന്നൊരു വിഷയം കൂടി. കാരണം അത് സങ്കീർണമായ വിഷയമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന നിലയ്ക്ക് പറയാവുന്ന ഒരു കാര്യമല്ല. അത് പൂർണ്ണമായും ബ്ലാക്കാണ് എന്ന് പറയുമ്പോൾ അത് പലരെയും വേദനിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പല കാര്യങ്ങളിലും പല ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തെ പിന്തുണച്ചവർ പോലും എതിർപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് രാഷ്ട്രീയമായി ദോഷം ചെയ്യില്ലേ? ഒരു ദോഷം ചെയ്യില്ല. കാരണം നോക്കൂ, മുഖ്യമന്ത്രി പറഞ്ഞതിൽ വളരെ വ്യക്തതയുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് എന്താണ്? യഥാർത്ഥത്തിൽ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ സനാതനം എന്നുള്ള വാക്കങ്ങ് വിടൂ. നോക്കൂ, ഈ പറയുന്ന ഷർട്ടിട്ടുകൊണ്ട് കയറുന്നതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഗുരുദേവൻ എന്ത് ദർശനത്തിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് ഈ രാജ്യത്ത്. ഈ പറയുന്ന ഗുരുദേവനെ ഹൈജാക്ക് ചെയ്യാനുള്ളൊരു ശ്രമം ഇന്ന് തുടങ്ങിയതല്ല, അത് നേരത്തെ തന്നെ സംഘപരിവാർ നേരത്തെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാനത്ത് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് UDF വിരുദ്ധമോ ഒന്നുമല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തകനെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം ഈ BJP-യുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. നോക്കൂ, BJP-യുടെ ഭാഗത്തു നിന്നാണ് ഇപ്പോഴും ഈ പറയുന്ന സനാതനവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കത്തിച്ചു നിർത്താൻ നോക്കുന്നത്. ഈ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആചാരങ്ങളെ ലംഘിച്ചാണ് ഈ സംസ്ഥാനം ഇവിടെ വരെ എത്തിയത്. അത് ഗുരുദേവന്റെ ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ആ സനാതനം എന്ന് പറഞ്ഞ വാക്കാണോ നിങ്ങളുടെ പ്രശ്നം? ഞാനതിനകത്ത് ഒരു മെറിറ്റും കൊടുക്കുന്നില്ല ആ വാക്കിനകത്ത്. അതിപ്പം ഒരു ഡെഫിനേഷൻ എടുത്തിട്ട് സനാതനത്തിനകത്ത് ഇതുണ്ടായിരുന്നു, സനാതനത്തിനെ അദ്ദേഹം അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ല. അത് അദ്ദേഹം എന്തിനു നിലകൊണ്ടിരുന്നു, ആ നിലകൊണ്ടതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. സനാതനവുമായി ബന്ധപ്പെട്ടാണ്, സനാതനം എന്നാൽ ചാതുർവർണ്ണയമുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് പിണറായി വിജയൻ വളരെ വിശദമായി തന്നെ പ്രസംഗിച്ചത്. അത് നിഷേധിക്കാവുന്ന കാര്യമല്ല. പക്ഷേ ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ സന്യാസി കൂട്ടായ്മ, സന്യാസികൾ ആ ദീക്ഷ സ്വീകരിക്കുന്നതിന് സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ടൊരു സന്യാസി സംഘം, സന്യാസി സമൂഹം പിണറായി വിജയനെ പിന്തുണയ്ക്കുമെന്ന് കരുതാൻ വയ്യ. അപ്പോൾ അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം കൈവിട്ടു പോയോ എന്നൊരു പ്രശ്നമുണ്ടല്ലോ. സ്മൃതി, ഇതിന്റെ പ്രശ്നം എന്നറിയോ? ഇതിനകത്ത് പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നടന്നൊരു ഡിബേറ്റ്, ഹിന്ദു സന്യാസിയാണോ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു എന്നുള്ള ചോദ്യമാണ് അന്ന് ചോദിക്കപ്പെട്ടത്. നോക്കൂ, ശിവഗിരി മഠത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പുസ്തകം നിങ്ങൾ നോക്കൂ, അതിനകത്ത് ഹിന്ദു എന്നുള്ളൊരു വാക്ക് മിക്കവാറും കാണുകയില്ല. കാര്യം അവർ ഹിന്ദു സന്യാസിയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മുടെ പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന എന്താണോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കാര്യം, അതിനെ ഹിന്ദു എന്ന് പറയുന്നതുമായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് വെക്കുന്നു.
ഈ സുനിൽ പിള്ളേടത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുകയായിരുന്നു. ഈ പറയുന്ന ഇന്ന് നിലനിൽക്കുന്ന ഒരു മതവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് ഗുരുദേവനുമായി ബന്ധപ്പെട്ട്. ഏത് സ്ഥലത്താണത് പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല. അദ്ദേഹം തന്നെ, ഗുരുദേവൻ തന്നെ ഹിന്ദു സന്യാസിയായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് പ്രശ്നം എന്താ? നിങ്ങൾ പറഞ്ഞ ആ വാചകത്തിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഹിന്ദു സന്യാസിയാകും. ഈ സനാതനത്തിൽ കൂടാണ് സന്യാസിയാകുന്നതെങ്കിൽ അദ്ദേഹം ഹിന്ദു സന്യാസിയായി മാറി. അദ്ദേഹം ഹിന്ദു സന്യാസി അല്ലായിരുന്നു. അദ്ദേഹം മതവുമായി ബന്ധപ്പെട്ട് നിന്നൊരാളല്ല, മതത്തിന് പുറത്ത് നിന്നൊരാളാണ് എന്ന് വ്യക്തമായി സ്ഥാപിക്കത്തക്ക രീതിയിൽ അക്കാഡമിക് എക്സസൈസ് നടത്തുന്ന ആൾക്കാരിവിടെ ഉണ്ട്. ഞാൻ അത്രത്തോളം കോമ്പീറ്റന്റ് അല്ല ആ വിഷയത്തിൽ സംസാരിക്കാൻ. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്റെ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഹിന്ദു മതത്തിനെ, ആചാരബന്ധിതമായി നിന്നിരുന്ന ഹിന്ദു മതത്തിന് പുറത്തു നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതല്ല എന്ന് പറയാൻ ഒരു രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി ഒരു വിഭാഗം ഇടപെടുന്നുണ്ടെങ്കിൽ അതിനെ പൊളിക്കേണ്ടത്, അതിനെ പറഞ്ഞു തോപ്പിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കൂടെ ജോലിയാണ്, എന്റെയും നിങ്ങളുടെയും ജോലിയാണ്. അത് ഈ പറയുന്ന ഏതാണ്ട് പ്ലാൻ ചെയ്തു വന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് കരുതരുത്. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി വന്നൊരു കാര്യം അദ്ദേഹം ആലോചിച്ചുറപ്പിച്ചു പോയി പറഞ്ഞൊരു വിഷയമല്ലല്ലോ അത്. അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു റെഫറൻസിന്റെ ഭാഗമായി പറഞ്ഞതാണ്. സെൻസേഷണൽ സ്റ്റേറ്റ്മെന്റ് അല്ല, പ്രസംഗം ഗംഭീരമാണ്. ആ പ്രസംഗത്തിൽ എന്നെ സംബന്ധിച്ച ആ പ്രസംഗം ഞാൻ അതിനെ ശ്ലാഘിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് സന്യാസി സമൂഹത്തിന് അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാനായിട്ടില്ല. ഞാൻ വരുന്ന ഈഴവ വോട്ടുകളുമായി ബന്ധപ്പെട്ട് ശിവഗിരി എടുക്കുന്ന നിലപാടൊക്കെ പ്രധാനമാണ്. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നേരത്തെ തമിഴ്നാട്ടിൽ DMK നേതാവ് ആ പ്രതികരണം നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് അതിൽ നിന്നും നിശബ്ദത പാലിച്ച് വിട്ടുനിന്നത് ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. അപ്പോൾ അതിൽ തൊട്ടാൽ പൊള്ളുമെന്നുള്ളതുകൊണ്ടാണ്. ശ്രീ TP ജയേന്ദ്രൻ, നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നാണോ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒന്നാണോ? പ്രശ്നമല്ല. അല്ല, രണ്ട് അഭിപ്രായമുണ്ട് അക്കാര്യത്തിൽ. ശ്രീ TP ജയേന്ദ്രൻ, എന്താണ് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്ത നിലപാടിനോട് യോജിക്കുന്ന രൂപത്തിലല്ല യഥാർത്ഥത്തിൽ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്. സനാതന ധർമ്മം എന്നുള്ളത് പൂർണ്ണമായും മോശമാണ് എന്ന് പറയാനാകില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതിനെ തള്ളിക്കളയാനാകില്ല എന്ന്. സ്മൃതി, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റായി കുറേ വോട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചർച്ച തന്നെ പോയത് അങ്ങോട്ടേക്കാണ്. ആ ഫിക്സഡ് ഡെപ്പോസിറ്റായ വോട്ടുകൾ അവിടെ നിലനിർത്തുകയും അതിൻ്റെ കൂടെ മറ്റു വോട്ടുകൾ കൂടി സമാഹരിക്കുകയുമായിരുന്നു കേരളം ഇക്കാലം അത്രയും ചെയ്തു പോന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഫിക്സഡ് ഡെപ്പോസിറ്റ് അപ്പുറത്തേക്കുള്ള ചില വോട്ട് ബാങ്കുകളിലേക്ക് കൈകടത്തുമ്പോൾ ഇപ്പോൾ നമ്മുടെ SDPയെക്കുറിച്ചും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ച എത്തുന്ന അവിടെയാണ്. ഇതൊരുപക്ഷെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കാര്യമാണ്. ഏതുപോലെയാണോ ഇടതുപക്ഷ സർക്കാരിന് കൈ പൊള്ളിയത്, എന്തുകൊണ്ടാണ് ഇന്നലെ സച്ചിദാനന്ദ സ്വാമിയുടെ മുമ്പാകെ വീറോടെയും വാശിയോടെയും ലാല് പറഞ്ഞ മാതിരിയല്ല, കൃത്യമായി എഴുതി തയ്യാറാക്കി മാത്രം പ്രസംഗിക്കുന്ന ആളാണ് പിണറായി വിജയൻ. ഇത്തരം വേദികളിൽ അദ്ദേഹം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു അജണ്ടയായിരുന്നു. പക്ഷേ അജണ്ട ആ വേദിയിൽ വെച്ച് തന്നെ അത് പിച്ച് ചീന്തുകയും പറച്ചെറിയുകയും ചെയ്തു. പഴയ ഫിക്സഡ് ഡെപ്പോസിറ്റുകളല്ല. പഴയ ഡിപ്പോസിറ്റുകൾക്ക് അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടുമ്പോൾ തങ്ങൾക്ക് ഇത്തരം നഷ്ടമുണ്ടാകും. അതുകൊണ്ടാണല്ലോ CPM അത് ഓൺ ചെയ്യാൻ തയ്യാറാവാതിരുന്നത്, അതിൻ്റെ തുടർ ചർച്ചകൾ ഇല്ലാതെ പോകുന്നത്. മാത്രമല്ല സ്മൃതി, സാമൂഹ്യ പരിവർത്തനത്തെക്കുറിച്ച് സ്മൃതി ശ്ലാഘിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറക്കെ പറയും. അദ്ദേഹം സനാതന ധർമ്മിയാണോ അല്ലയോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവനാക്കുന്നത് അദ്ദേഹം ഒരു സമൂഹത്തിൽ പരിവർത്തനം നടത്താൻ തയ്യാറായി എന്നുള്ളതാണ്. അത് സ്ഥാനത്ത് ചെയ്തു എന്നുള്ളതാണ്. നോക്കൂ, അരുവിപ്പുറം പ്രതിഷ്ഠ മാത്രമല്ല, സർവമത സമ്മേളനം മാത്രമല്ല, കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഒരുപക്ഷെ നമ്മൾ ഇതോടൊക്കെ പുറന്തിരുന്ന ഒരു സമൂഹത്തെ ഒരുമിപ്പിച്ച് പരിവർത്തനത്തിന് തയ്യാറാക്കി എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവനെ. അദ്ദേഹം സനാതന ധർമ്മിയാണോ, അദ്ദേഹം ശിവപ്രതിഷ്ഠയാണോ നടത്തിയത്, അരിവുപ്പുറത്ത് കല്ല് ഏത് ദൈവമാണ്, ഇതൊന്നും ഞാൻ ചർച്ചയ്ക്ക് കൊണ്ടുപോകുന്നില്ല. പക്ഷെ അത്തരം വേദികളിൽ ചെന്ന് ശ്രീനാരായണ ഗുരുദേവനെ അസ്ഥാനത്തും കഴുത്തിൽ പിടിച്ച് പുറകോട്ട് വലിക്കുകയും ചെയ്ത അനുഭവമുള്ള ഒരു തലമുറയുടെ മുമ്പാകേക്ക് ഒരു വിവാദമുണ്ടാക്കി കേരളത്തിലെ മറ്റെല്ലാ വിഷയങ്ങളും ശ്രദ്ധ തിരിക്കാൻ, മാറ്റിമറിക്കാനുള്ള കുതന്ത്രമാണ് യഥാർത്ഥത്തിൽ പാളിപ്പോയത്. ഇനി ഒറ്റ കാര്യവും ഞാൻ സൂചിപ്പിക്കുന്ന സ്മൃതി, ഞാൻ എൻ്റെ ഐക്യമുന്നണിയുടെ സുഹൃത്തിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കും, ഒരു ഐക്യരൂപ്യം UDF-നകത്തുണ്ടോ? നോക്കൂ, ഇന്നലെ എന്തൊക്കെ പറഞ്ഞാലും NSS വേദിയിൽ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു പോയ രമേശ് ചെന്നിത്തല ചെന്ന് സംസാരിക്കുന്ന അതേ സമയം തന്നെയാണ് തിരുവനന്തപുരത്ത് VD സതീശൻ പത്രസമ്മേളനം വിളിച്ചു ചേർക്കാനെടുത്ത സമയം.
എന്തേ 1 മണിക്കൂർ പുറകോട്ട് പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കഴമ്പ്, അതിൽ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ പ്രൂഫ്. മാത്രമല്ല ഇടതുപക്ഷം ഒരുപക്ഷെ ഡിഫൻസിലേക്ക് പോകുമായിരുന്ന വലിയൊരു വിഷയമാണ് അംബാനിയുമായി ബന്ധപ്പെട്ട് KFC നടത്തിയൊരു വിഷയം. പക്ഷെ ഇവിടെ സമയമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ചുണ്ടിനും കപ്പിനും ഇടയ്ക്കുന്ന അധികാരം നഷ്ടപ്പെട്ടു പോയ ചെന്നിത്തലയെ ഏത് ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ ആനയിക്കുന്ന അതേ മുഹൂർത്തം നോക്കിയിട്ട് അണുകിട തെറ്റാതെ മാധ്യമങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നതിൽ ഐകരൂപ്യമുണ്ടോ? ഇന്ന് അൻവറിന്റെ കാര്യത്തിലും ഇത് തന്നെ നമ്മൾ കാണുന്നു. ഞാൻ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾക്ക് ഉപയോഗപ്പെടുത്താൻ അജണ്ടകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രതിപക്ഷ ധർമ്മം. ആ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന തടസ്സം ഇന്ന് പ്രതിപക്ഷമല്ല, BJP പ്രതീക്ഷിക്കുന്ന പ്രത്യാശ സ്മൃതി അവിടെ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 20% വരുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിഷ്ക്രിയതയും ഭരണപക്ഷത്തിന്റെ കഴിവുകേടുമാണ് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ് പ്രതിപക്ഷം എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? വിവിധ നേതാക്കൾ വിവിധ ഘട്ടങ്ങളിൽ പ്രതികരിക്കുന്നു, ഒരേ സമയം ഒരേ രീതിയിൽ പ്രതികരിച്ചുകൂടാ എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാടിനെ എങ്ങനെ കാണുന്നു? അല്ല, പ്രതിപക്ഷത്തിന് മൊത്തമായിട്ട് നിഷ്കൃതിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രതിപക്ഷം തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പം ജയേന്ദ്ര മാഷ് പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് തമ്മിൽ ഇപ്പോഴും യോജിപ്പുണ്ടാവാത്ത പല വേദിയുണ്ട്. എനിക്കും തോന്നിയിട്ടുള്ളതാണ്. കാരണം ഇന്നലെ അവിടെ രമേശ് ചെന്നിത്തല സംസാരിക്കുന്ന അതേ സമയത്ത് തന്നെ എന്തിനാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയതെന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഇത് ഈ ഒരു പ്രശ്നമുണ്ട്. ഒരേ കാര്യത്തിൽ വിവിധ രീതിയിൽ പറയുന്നൊരു, അത് കോൺഗ്രസ്സിന് അകത്തുള്ള ശാപമാണ്. അതിൻ്റെ അർത്ഥം പ്രതിപക്ഷം ഒറ്റക്കെട്ടല്ല എന്നല്ല. പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിനെ കൃത്യമായിട്ടും നയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിയാത്തതാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയും ഇത് തന്നെയാണ്. സാധാരണ ഇതിൽ അവർക്ക് അനുകൂലമായിട്ട് കിട്ടാവുന്ന പല ഘടകങ്ങളും ഉണ്ടാകുമ്പോഴും അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ഒറ്റക്കെട്ടായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഈ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ VD സതീശൻ ഒരു രീതിയിൽ പറയുന്നു, KPC പ്രസിഡന്റ് വേറെ രീതിയിൽ പറയുന്നു. ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് അവർ ആദ്യം കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ്. വളരെ നന്ദി ശ്രീ PK നവാസ്, അഡ്വക്കേറ്റ് N ലാൽകുമാർ, TP ജയേന്ദ്രൻ, A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.